ശാസ്ത്രീയ വേദപഠനം ക്ലാസ് 8 ബ്രഹ്മം തൊട്ടുകൂട്ടലിൻ്റെ 8ാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ ശാസ്ത്രീയമായി കർമ്മം ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ, പ്രപഞ്ചം നിർമ്മിക്കുന്നതിന് പിന്നിലാണ് എല്ലാ ശാസ്ത്രങ്ങളും ഉള്ളത്. ഇപ്പം മനുഷ്യരെ സൃഷ്ടിക്കേണ്ടെങ്കിൽ മനുഷ്യരുടെ ശാസ്ത്രമെല്ലാം ആദ്യം തന്നെ അറിയണം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇതിൻ്റെ എല്ലാ ശാസ്ത്രങ്ങളും അറിയണം. എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രങ്ങൾ ആദ്യം തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതിയിൽ നിന്നുള്ള ആ പ്രകൃതി രഹസ്യങ്ങളെ, ആ ശാസ്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നാം പുരോഗതി നേടുന്നത്. ആ ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പം അതിനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ട്? നമ്മളെ സൃഷ്ടിച്ചിട്ട് പ്രകൃതി, ഈ പ്രപഞ്ചം അത് സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഭൂമിയിലുള്ള പുരോഗതികൾ മനുഷ്യരിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് ബുദ്ധിയെല്ലാം കൊടുത്തിട്ട് ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ ലോകത്തെ പുരോഗമിപ്പിച്ചിട്ട് അവസാനം നല്ല സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് എത്തിക്കണം. എല്ലാ ശാസ്ത്രജ്ഞാനവും കഴിഞ്ഞ പുരോഗതി നേടിയ ഒരു ലോകത്തിലേക്ക് എത്തിക്കണം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ. അതിന് മനുഷ്യനോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളും ഈ ശാസ്ത്ര രഹസ്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുക. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ആ പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 34 മന്ത്രം 41. ഋഷി സുഹോത്ര ദേവത പൂഷാഹ ഛന്ദഃ ഗായത്രി സ്വരഃ ഷഡ്ജഃ പൂഷൻ തവ വൃതേ വയം ന ജിഷ്യേമ കഥാജന സ്തോതാരസ്ത ഇഹസ്മസി. ഈശ്വര നിയമങ്ങൾ പിന്തുടരുക, അതുവഴി വേദനകൾ ലോകത്തിൽ നിന്ന് അകലട്ടെ. പറയുന്നത് ഈശ്വര നിയമങ്ങൾ പിന്തുടരുക. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ശാസ്ത്ര നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതിയിലെ ഈശ്വരനാണ്. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ച നിയമങ്ങളാണ്. ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്തുടരാനാണ് പറയുന്നത്. അതുവഴി വേദനകൾ ലോകത്തിൽ നിന്നും അകലട്ടെ. നമുക്ക് എന്തെങ്കിലും വേദനകൾ, പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം ലോകത്തു നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആ പ്രപഞ്ചത്തിൽ നിന്ന് അത് പഠിച്ചിട്ട് ആ ഈശ്വരനിൽ നിന്നും ഉത്ഭവിച്ച, ബൃഹസ്പതിയിൽ നിന്നും ഉത്ഭവിച്ച ജ്ഞാനങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ലോക പുരോഗതി നേടാൻ പറയുകയാണ്. നമ്മളുടെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കണം. ഇനി അടുത്തേക്ക് യജുർവേദം അധ്യായം 33 മന്ത്രം 78. ഋഷി അഗസ്ത്യ ദേവത ഇന്ദ്ര മരുതഃ ഛന്ദഃ വിരാട് തൃഷ്ടുപ്പ് സ്വരഃ ധൈവതഃ ബ്രഹ്മാണി മേ മദയ ശംസുതാസഃ ശുഷ്മ ഇയർത്തി പ്രഭൃതോ മേ അദ്രിഹി ആശാസതേ പ്രതിഹര്യന്ത് ഉക്തേമാ ഹരി വഹദസ്താ നോ അച്ഛ. ജ്ഞാനവും വിദ്യയുമാണ് ശക്തി. അതുതന്നെയാണ് സമ്പത്തിനെ നേടിത്തരുന്നത്. അതിനായി വേദം ലഭിക്കട്ടെ. പിന്നെ പറയുകയാണ്, ഈ ജ്ഞാനവും വിദ്യയുമാണ് ശക്തി. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഈ ജ്ഞാനം തന്നെയാണ്, വിദ്യയാണ്. അതുതന്നെ സമ്പത്തിനെ നേടിത്തരുന്നത്. അതിലൂടെയാണ് നമ്മൾ സമ്പത്തെല്ലാം നേടിയെടുക്കേണ്ടത്. ലോകത്തിൽ എന്ത് പുരോഗതി നേടാനും നമ്മൾ ആ ശാസ്ത്രത്തെയും ജ്ഞാനത്തെയും വിദ്യയെല്ലാം ആശ്രയിക്കേണ്ടത്. അതിനായി വേദം ലഭിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾ വേദത്തെ ആശ്രയിക്കുക. വേദത്തിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടും ഉണ്ട്. ആ വേദങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളെല്ലാം നിങ്ങളെ പുരോഗതിക്ക് വേണ്ട എല്ലാ ശാസ്ത്രങ്ങളും വേദത്തിൽ നിന്ന് കിട്ടും. ഇനി അടുത്തതിൽ യജുർവേദം അധ്യായം 32 മന്ത്രം 9. ഋഷി സ്വയംഭൂവ ബ്രഹ്മഃ ദേവത വിദ്വാൻ ഛന്ദഃ നിർജിത് തൃഷ്ടുപ്പ് സ്വരഃ ധൈവതഃ പ്രതച്ഛേദമൃതം വിദ്വാൻ ഗന്ധർവോധാമ നിഭൃതം ഗുഹാസ ത്രീണി പതാനി നിഹിതാ ഗുഹാസ്യ യസ്താനി വേദ സപിതു പിതാസ്തി. വേദത്തെ തിരിച്ചറിയുന്നവൻ നാശമില്ലാത്തവനാണ്. അവൻ ഈശ്വര ചൈതന്യത്തെ അറിയുന്നു. വേദത്തെ തിരിച്ചറിഞ്ഞവൻ നാശമില്ലാത്തവൻ. അപ്പം വേദങ്ങളിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യവും ഉണ്ട്. ആ രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രതിബന്ധങ്ങളെയും നമ്മൾക്ക് മറികടക്കാം. അങ്ങനെയുള്ളവന് നാശമില്ല എന്ന് പറയുകയാണ്.
അവൻ ഈശ്വര ചൈതന്യത്തെ അറിയുന്നു. ഈശ്വരനിലൂടെയാണ് ആ ജ്ഞാനമെല്ലാം വന്നിരിക്കുന്നത്. ആ ജ്ഞാനത്തെ തന്നെയാണ് പ്രപഞ്ച രഹസ്യം അറിയാമെന്നുണ്ടെങ്കിൽ ഈശ്വരനെ അറിയുക, ആ ശക്തി വിശേഷത്തെ അറിയുക, ബ്രഹ്മത്തെ അറിയുക, ബ്രഹ്മമുണ്ടാക്കിയ ശാസ്ത്രത്തെ അറിയുക, പ്രപഞ്ച രഹസ്യങ്ങളെ മുഴുവൻ അറിയുക. അവൻ ഈശ്വര ചൈതന്യത്തെ അറിയുന്നു. ഇനി അടുത്തതിൽ യജുർവേദം അധ്യായം 4 മന്ത്രം 9. ഋഷി അങ്കിരസഃ ദേവതാ വിദ്വാൻ ഛന്ദഃ ആർഷി പങ്ക്തി സ്വരഃ പഞ്ചമഃ. ഇർക്സാമയോ ശില്പേസ്തസ്തേ വാമാരഭേ തേമാ പാത്രമാസ്യ യജ്ഞസ്യോതിർജഃ ശർമാസി ശർമ്മ മേ യച്ഛ നമസ്തേസ്തു മാമാ ഹിംസീഹി. കലയും കൗശലവുമായ ഇർഗ് വേദ സാമവേദങ്ങൾ നമ്മുടെ യജ്ഞത്തിലേക്ക് വരട്ടെ. കലയും കൗശലവുമായ ഋഗ്വേദ സാമവേദങ്ങൾ നമ്മുടെ യജ്ഞത്തിലേക്ക് വരട്ടെ. കലയും അതിലെന്തുണ്ട്? കലയുണ്ട്, കൗശലമുണ്ട്. എല്ലാം വേദത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതെല്ലാം വേദത്തിലുണ്ട്, സാമവേദങ്ങളിലുണ്ട്. അവയെല്ലാം നമ്മളെ യജ്ഞത്തിന് പ്രയോഗിക്കുക. കലകളെ അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും അതെല്ലാം വേദത്തിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനെല്ലാം നിങ്ങൾ നിങ്ങളുടെ യജ്ഞങ്ങളിൽ ഇതിനെ ഉപയോഗിക്കുക. ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 23-4. ഋഷി ഗൃത്സമതൻ ദേവതാ ബ്രഹ്മണസ്പതി ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. സുനീതിഭിർനയസി ത്രായസേ ജനം യസ്തുഭ്യം ദശാന സ്തമഹോ അശ്നവത് ബ്രഹ്മദ്വിഷസ്തപനോ മന്യുമീരസി ബൃഹസ്പതേ മഹിതത്തെ മഹിത്വനം. ബ്രഹ്മണസ്പതി ഹവിർദാതാവിനെ ഉത്തമമായ മാർഗത്തിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. പാപത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്നു. സ്തുതിക്കാത്തവരെ ദുഃഖിപ്പിക്കുകയും ക്രോധികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹവിർദാതാവിനെ നീ ഉത്തമ മാർഗത്തിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. അതായത് ഈ ബ്രഹ്മണസ്പതി അല്ലെങ്കിൽ സയൻസ്, അതിൻ്റെ പിന്നിലുള്ള സയൻസ്, ആ സയൻസ് എന്ത് ചെയ്യുന്നു? ഹവിർദാതാവിനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അർപ്പിക്കുമ്പോൾ നീ ഉത്തമ മാർഗത്തിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മൾ ശാസ്ത്രീയമായി ഉത്തമ മാർഗം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യണം. വായിക്കുമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടില്ല. സയൻസിലൂടെ ഉത്തമ മാർഗത്തിൽ കൂടി അത് കൂട്ടിക്കൊണ്ടുപോകും. സയൻസിനെ ആശ്രയിച്ചാൽ ശരിയായ വഴിയിലൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാം. നീ അവനെ പാപമുക്തനാക്കണേ, നീ സ്തുതിക്കാത്തവരെ ദുഃഖിപ്പിക്കണേ. നീ സ്തുതിക്കാത്തവരെ എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രത്തെ, സയൻസിനെ സ്തുതിക്കാത്തവരെ, സയൻസിൽ വിശ്വാസം ഇല്ലാത്തവരെ നീ ദുഃഖിപ്പിക്കണേ. സയൻസിലൂടെയാണ് നമ്മൾ പുരോഗതിയിലേക്ക് കുതിക്കാൻ പറ്റുള്ളൂ. സയൻസിനെ നിഷേധിക്കുന്നവർക്ക് ദുഃഖം തന്നെയായിരിക്കും ഫലം. ഇനി അടുത്തതിൽ ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 23-6. ഋഷി ഗൃത്സമതൻ ദേവതാ ബ്രഹ്മണസ്പതി ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. ത്വംനോ ഗോപാ പതികൃത് വിചക്ഷണസ്തവ വൃതായ മതിഭിർജരാമഹേ ബൃഹസ്പതേ യോനോ അഭിഹ്വരോ ദധേ സ്വാതം മമർത്തു ദുച്ഛുന ഹരസ്വതി. ബ്രഹ്മണസ്പതി ഞങ്ങളെ ഉത്തമമായ മാർഗങ്ങളിൽ കൂടി രക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മന്ത്രപാഠങ്ങളാൽ യജ്ഞം നടത്തുന്നു. അതുവഴി നമ്മുടെ ശത്രുവിൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു. ഉത്തമമായ മാർഗത്തിൽ കൂടി നമ്മളെ രക്ഷിക്കുന്നു. നമ്മളെ കർമ്മങ്ങളെല്ലാം നല്ല മാർഗത്തിലൂടെ വരും. സയൻസിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുകയാണെങ്കിൽ എല്ലാം സുഖത്തിൽ ചെയ്തു. ഞങ്ങൾ മന്ത്രപാഠങ്ങളാൽ യജ്ഞം നിങ്ങൾക്കായി നടത്തുന്നു. അപ്പോൾ മന്ത്രപാഠങ്ങളാൽ യജ്ഞങ്ങൾ നടത്തുകയാണ്. ആർക്ക് വേണ്ടിയാണ് നടക്കുന്നത്? പ്രപഞ്ചത്തിന് വേണ്ടി. നമ്മളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്, ലോക പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കാനാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ, ലോക പുരോഗതിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. എങ്ങനെ ചെയ്യണം? മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ യജ്ഞം നടത്തുന്നു. അതുവഴി നമ്മുടെ ശത്രുവിൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുക. അതുവഴി നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നമുക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം.
ഇനി അടുത്തതിൽ യജുർവേദം അധ്യായം 3 മന്ത്രം 30. ഋഷി സത്യദ്രിധിർ വാരുണി ദേവത ബ്രഹ്മണസ്പതി ഛന്ദഃ നിർജത് ഗായത്രി സ്വരഃ ഷഡ്ജ മാനശംസോ അരരുഷോ ധൂർത്തി പ്രണങ് മർത്തസ്യ രക്ഷാണോ ബ്രഹ്മണസ്പദേ. സർവജ്ഞാനങ്ങളുടെയും ഇരിപ്പിടമായ ബ്രഹ്മണസ്പതി ഞങ്ങളെ രക്ഷിക്കട്ടെ. സർവജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ ബ്രഹ്മണസ്പതി ഞങ്ങളെ രക്ഷിക്കട്ടെ. എല്ലാ ജ്ഞാനവും ഇരിക്കുന്ന ആ കേന്ദ്രമാണ് ബ്രഹ്മണസ്പതി. ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണ്. ആ ശക്തിവിശേഷമാണ് ഈ സയൻസിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ആ സയൻസ് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഇനി അടുത്തതിൽ യജുർവേദം അധ്യായം 34 മന്ത്രം 56. ഋഷി കണ്വഃ ദേവത ബ്രഹ്മണസ്പതി ഛന്ദഃ നിർജത് ബൃഹതി സ്വരഃ മധ്യമഃ. ഉത്തിഷ്ഠ ബ്രഹ്മണസ്പതേ ദേവയന്തസ്ത്വമേഹ സ്ത്വേമഹേ ഉപപ്രയന്തു മരുത സുദാനവ ഇന്ദ്രപ്രാശുർഭവ സജാ. വേദത്തിൻ്റെ സംരക്ഷകരായ ജ്ഞാനികൾ ഉയരട്ടെ. അവർ നമുക്ക് വേദധനം നൽകട്ടെ. വേദജ്ഞാനത്തെ യഥാവിധി സ്വീകരിച്ചാലും വേദത്തിൻ്റെ സംരക്ഷകരായ ജ്ഞാനികൾ ഉണരട്ടെ. അതായത് ജ്ഞാനികൾ ഉണർന്നു വരണം. വേദങ്ങളെ ആശ്രയിക്കുന്ന, സയൻസിനെ ആശ്രയിക്കുന്ന ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഉയർന്നു വരണം. അവർ നമുക്ക് വേദധനം നൽകട്ടെ. അവർ നമുക്ക് വേദധനം, വേദത്തിലുള്ള എല്ലാ ജ്ഞാനവും അവർ നമുക്ക് നൽകട്ടെ. അവയെ യഥാവിധി സ്വീകരിക്കുക. വേദത്തിലുള്ള ആ ജ്ഞാനത്തെ നിങ്ങൾ യഥാവിധി സ്വീകരിച്ചുകൊണ്ട്, വേദം നൽകുന്ന ശാസ്ത്രജ്ഞാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലോക പുരോഗതിയിലേക്ക് നീങ്ങുക. ഇനി അടുത്തതിൽ യജുർവേദം അധ്യായം 34 മന്ത്രം 57. ഋഷി കണ്വഃ ദേവത ബ്രഹ്മണസ്പതി ഛന്ദഃ വിരാട് ബൃഹതി സ്വരഃ മധ്യമഃ. പ്രനൂനം ബ്രഹ്മണസ്പതിർ മന്ത്രം അവത്യു ഉക്ത്യം യസ്മിൻ ഇന്ദ്രോ വരുണോ മിത്രോ അര്യമ ദേവ ഓഗാംസി ചക്രിരേ. ആരിലാണോ സൂര്യ ചന്ദ്രന്മാരും പ്രാണങ്ങളും വായുവും സ്വന്തം സങ്കേതങ്ങളാൽ പ്രാപിക്കുന്നത്, ആ ബ്രഹ്മണസ്പതി വേദജ്ഞാനത്തിൻ്റെ രക്ഷിതാക്കളാണ്. ആരിലാണോ സൂര്യനും ചന്ദ്രനും പ്രാണനും വായുവും എല്ലാം വ്യാപിക്കുന്നത്, ആ ബ്രഹ്മണസ്പതിയെ വേദജ്ഞാനത്തിൻ്റെ രക്ഷകരാക്കണം. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടം എവിടെയാണ്? വേദങ്ങളിലാണ്, ബ്രഹ്മണസ്പതിയിലാണ്, അല്ലെങ്കിൽ വേദജ്ഞാനത്തിലാണ്. ആ വേദജ്ഞാനം എല്ലാ സൂര്യനായാലും ചന്ദ്രനായാലും എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ രഹസ്യങ്ങൾ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, അതിനെല്ലാം ആധാരം ബ്രഹ്മണസ്പതിയാകുന്ന വേദജ്ഞാനമാണ്. ആ വേദജ്ഞാനം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഇനി അടുത്തേക്ക് യജുർവേദം അധ്യായം 34 മന്ത്രം 58. ഋഷി ഗൃൽ സമതഃ ദേവത ബ്രഹ്മണസ്പതി ഛന്ദഃ നിർജത് ത്രഷ്ടുപ്പ് സ്വരഃ ധൈവതഃ. ബ്രഹ്മണസ്പതേ ത്വമസ്യ യന്താ സൂക്തസ്യ ബോധി തനയം ച ജിന്വാ വിശ്വം തത്ഭദ്രം യദവദന്തി ദേവാ ബൃഹദ്വദേമ വിധതേ സുവീരാഃ. ആ ശക്തിവിശേഷത്തെ യഥാവിധി മനസ്സിലാക്കണം. അതനുസരിച്ച് അന്നത്തിനായി യജ്ഞത്തിൽ സ്തുതിക്കുക. ആ ശക്തിവിശേഷത്തെ യഥാവിധി മനസ്സിലാക്കുക. ആ സയൻസിൻ്റെ ശക്തിവിശേഷത്തെ നമ്മൾ യഥാവിധി മനസ്സിലാക്കണം. അതിനെ സ്വീകരിച്ച് അന്നത്തിനായി യജ്ഞത്തിൽ സ്തുതിക്കുക. അതിനെ സ്വീകരിച്ചുകൊണ്ട്, അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കണ്ടിക്കില്ല, എന്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും
ശാസ്ത്രത്തെ അതിൻ്റെ ശക്തിവിശേഷത്തെ മനസ്സിലാക്കിയിട്ട്, സയൻസിൻ്റെ ശക്തിവിശേഷത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ യത്നങ്ങളിൽ അതിനെ സ്തുതിച്ചുകൊണ്ട് അന്നത്തിനായി അതിനെ ഉപയോഗിക്കുക എന്ന് പറയുകയാണ്. അതായത് എന്ത് പ്രൊഡക്ഷൻ നടത്തുമ്പോഴും നമ്മൾ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ആ ശാസ്ത്രത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ ശാസ്ത്ര രഹസ്യങ്ങൾ നമ്മളും ഉപയോഗിച്ചിട്ട് ലോക പുരോഗതി നേടണമെന്ന്, ലോകത്തെ നല്ലൊരു സ്റ്റേജിലേക്ക്, സുന്ദരമായ ഒരു ലോകത്തിലേക്ക് എത്തിക്കണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്ക് ബുദ്ധിയും തന്നിരിക്കുന്നത്, അതിനുവേണ്ട ശാസ്ത്രങ്ങളും അത് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് തന്നെയാണ് അത് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബുദ്ധി, ആ ജ്ഞാനം നമ്മളും ഉപയോഗിച്ചുകൊണ്ട് ലോക പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യിക്കുക.